നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി തെക്കൻ പ്രവിശ്യയായ അസീറിലെ അബഹ നാടുകടത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന 24 ഇന്ത്യക്കാരെ നാടുകടത്തി. നിയമലംഘകരായി സൗദിയിൽ താമസിച്ചു ജോലി ചെയ്തിരുന്നവരും ഹുറൂബാക്കപ്പെട്ടവരുമായ ആളുകളെയാണ് നാട്ടിലേക്ക് തിരിച്ചയച്ചത്. അസീർ മേഖലയിലെ വിവിധ ഗവർണറേറ്റ് പരിധികളിൽ നിന്നും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പോലീസ് പരിശോധനയിൽ പിടിക്കപ്പെട്ട ഇന്ത്യക്കാർക്കാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ഇപ്പോൾ അവസരം ഉണ്ടായിരിക്കുന്നത്. മതിയായ താമസരേഖകളോ ജോലിയോ താമസ സ്ഥലമോ ഇല്ലാതെ ഖമീസ് മുശൈത്തിലെ തെരുവുകളിലും വൃത്തിഹീനമായ പൊളിഞ്ഞ കെട്ടിടങ്ങളിലും താമസിച്ചിരുന്ന 5 തമിഴ്നാട് സ്വദേശികളുടെ വിവരങ്ങൾ 1 മാസം മുമ്പ് വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കൗൺസിൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം കൗൺസിലേറ്റിലെത്തിയ പ്രധാന ഉദ്യോഗസ്ഥനായ കൗൺസിൽ ദീപക് യാദവിനെ അബഹയിലേക്ക് നേരിട്ടയച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികളെ കൂടാതെ 4 മലയാളികളും UP, പശ്ചിമബംഗാൾ, ബീഹാർ, കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘാംഗങ്ങൾ. ഇവരെ അബഹയിൽ നിന്നും ബസ് മാർഗം ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിച്ച് ജിദ്ദയിൽ നിന്നും സൗദി എയർലൈൻസ് വിമാനം വഴി ഡൽഹിയിലേക്കാണ് കയറ്റി അയച്ചിട്ടുള്ളത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനോടൊപ്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി കോൺസുലേറ്റ് ജീവകാരുണ്യ വിഭാഗം പ്രതിനിധികളായ OICC സൗദി ദക്ഷിണ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചലും ബിജു കെ നായരും രംഗത്തുണ്ടായിരുന്നു. കൗൺസിൽ ദീപക് യാദവും സംഘവും ഖമീസ് മുശൈത്ത് സെൻട്രൽ ജയിലും അബഹ VFS കേന്ദ്രവും സന്ദർശിച്ചു. VFS കേന്ദ്രത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ സന്ദർശകരോട് കേന്ദ്രത്തിന്റെ സേവനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞിരുന്നു. സൗദിയിൽ പൊതുവെ നിലനിൽക്കുന്നത് കർശന നിയമവ്യവസ്ഥയാണ്. അത് തെറ്റിക്കുന്നത് സ്വദേശിയാണെങ്കിലും പ്രവാസിയാണെങ്കിലും ശിക്ഷ ഉറപ്പുതന്നെ. സൗദിയെ സംബന്ധിച്ചിടത്തോളം നാട് കടത്തുന്നത് ശിക്ഷയല്ല, രക്ഷപ്പെടുത്തലാണ്. കാരണം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വധശിക്ഷ വിധിക്കുന്ന രാജ്യമാണ് സൗദി. നിയമത്തിന്റെ മുന്നിൽ വലിപ്പച്ചെറുപ്പമില്ല എന്നതും സൗദിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരോടും വനിതാവകാശ പ്രവർത്തകരോടും മൃദു സമീപനം സ്വീകരിച്ച 10 ജഡ്ജിമാർക്ക് സൗദി അറേബ്യൻ കോടതി വധശിക്ഷ വിധിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യസുരക്ഷ ഉൾപ്പെടുന്ന കേസുകളിൽ കൂടുതൽ മയമുള്ള സമീപനം സ്വീകരിച്ചു എന്ന് അവർ സമ്മതിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മരണശിക്ഷ വരെ ലഭിക്കാവുന്ന രാജ്യദ്രോഹ കുറ്റമായാണ് ഇതിനെ സൗദി അറേബ്യ പരിഗണിക്കുന്നത്. ശിക്ഷ വിധിക്കപ്പെട്ടവരിൽ ഒരാളായ അബ്ദുള്ള ബിൻ ഖാലിദ് അൽ ലുഹൈദൻ തന്റെ കോടതിയിൽ 2020 ഡിസംബറിൽ ഹാജരാക്കപ്പെട്ട പ്രമുഖ വനിതാവകാശ പ്രവർത്തക ലൗജൈൻ അൽ ഹാത്ലോലിനെ 2 മാസക്കാലത്തോളം സ്വതന്ത്രയായി വിഹരിക്കാൻ അനുവദിച്ചു എന്നാണ് ഒരു കേസ്. മേഗൻ മെർക്കലിനോടൊപ്പം വൺ വേൾഡ് വേദി പങ്കിട്ടിട്ടുള്ള ലൗജൈൻ 2.5 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2021 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങി. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അവകാശം നൽകുന്നതിനുള്ള സമരത്തിന്റെ പേരിലായിരുന്നു ഇവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ മൃദു സമീപനം സ്വീകരിച്ച ജഡ്ജിമാരെ മാറ്റി തന്നോട് കൂറുള്ളവരെ സൽമാൻ രാജകുമാരൻ നിയമിക്കുകയാണെന്ന് ഡെമോക്രസി ഫോർ ദി അറബ് വേൾഡ് നൗ ഡോൺ എന്ന സംഘടന ആരോപിക്കുന്നു. പുതിയ ജഡ്ജിമാർ സാമൂഹ്യ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളവരും ഉൾപ്പെട്ട പല കേസുകളും പുനഃപരിശോധിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. മധ്യപൂർവ്വ ദേശങ്ങളിൽ നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കരണവും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘടനയാണ് ഡോൺ. പുതിയതായി നിയമിക്കപ്പെട്ട ജഡ്ജിമാരിൽ ഒരാൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട 2 സ്ത്രീകളുടെ കേസ് പുനഃപരിശോധിച്ച് ശിക്ഷ വർദ്ധിപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വ്യാജ പ്രചാരണങ്ങൾ എന്നത് സർക്കാർ വിശേഷിപ്പിക്കപ്പെടുന്ന പരിഷ്കരണവാദികളുടെ പോസ്റ്റുകൾ റീട്വീറ്റ് ചെയ്ത് രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ചു എന്ന കുറ്റത്തിന് 8 വർഷം ശിക്ഷ ലഭിച്ച ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിനി സൽമ അൽ ഷഹാദിന്റെ ശിക്ഷ 34 വർഷമായി വർദ്ധിപ്പിച്ചു. സൗദി അറേബ്യയിൽ ഒഴിവുകാലം ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് 2021 ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2700 ഫോളോവേഴ്സുള്ള ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഇവർ സാമൂഹ്യ പരിഷ്കരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. സമാനമായ രീതിയിൽ ഭരണകർത്താക്കൾക്കെതിരെ ട്വിറ്റർ ഉപയോഗിച്ചതിന് 5 കുട്ടികളുടെ അമ്മയും 40കാരിയുമായ നൌറ അൽ ഖത്താനിയുടെ ശിക്ഷ 13 വർഷത്തിൽ നിന്നും 45 വർഷമായും ഉയർത്തി. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട 10 ജഡ്ജിമാരിൽ 6 പേർ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾക്കുള്ള പ്രത്യേക ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാരാണ്. മറ്റു 4 പേർ രാജ്യത്തെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരാണ്. ഇവരെ 2022 അറസ്റ്റ് ചെയ്തു എന്നും അവരുമായി ബന്ധപ്പെടാനോ അവർക്ക് നിയമോപദേശം നൽകാനോ അനുവദിക്കുന്നില്ല എന്നും ഡോൺ പറയുന്നു. 2022 മാർച്ചിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 81 പേർക്ക് വധശിക്ഷ നടപ്പിലാക്കി വിവാദത്തിലായ സംഭവത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് അടക്കം നിരവധി പേർക്ക് വധശിക്ഷ വിധിച്ച അബ്ദുള്ളസീസ് ബിൻ മെദവി അൽ ജാബറും ഇപ്പോൾ വധശിക്ഷ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.